ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റുള്ളൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ മഴയത്തൊക്കെ കട്ടൻ ചായയും കപ്പ ബിരിയാണിയും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നല്ല ടേസ്റ്റാണ് ഈ കപ്പ ബിരിയാണിക്ക്. നമുക്ക് എങ്ങനെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1.5 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിക്കണം. കപ്പ മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിൽ ഉപ്പും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അത് മൂടി വെച്ചാൽ മതി. പിന്നെ ബീഫ് വെക്കാനായിട്ട് പിന്നെ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 3-4 പിന്നെ വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകും കൂടെ ചതച്ചതാണ് അത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം പിന്നെ ഒരു 3 സവാള കട്ടി കുറഞ്ഞ് പിന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും നല്ലതുപോലെ ഒന്ന് പിന്നെ വഴറ്റിയെടുക്കണം. അതൊന്ന് നല്ലതുപോലെ ഇച്ചിരി ഉപ്പിട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അത് നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഇടണത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. കപ്പയിലൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. പിന്നെ 1 ടീസ്പൂണ് പിന്നെ ബീഫ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് കറി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല കളറൊക്കെ ഉള്ള നല്ല കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ബീഫാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എല്ലുള്ള ബീഫാണ് എടുത്തേക്കുന്നത്. ഇല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. എല്ലുള്ള ബീഫാകുമ്പോൾ അതൊന്നും കൂടെ നല്ല ടേസ്റ്റായിരിക്കും. അതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ മിക്സ് ചെയ്യണം. ഈ മസാലയിലും ഈ ബീഫും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കണേണ്. ബീഫ് വേകുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അത് പിന്നെ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് വറുത്തെടുക്കണം. പിന്നെ തേങ്ങ നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറാവുന്നവരെ വറുത്തെടുക്കണം. ഇതിൽ മുളക് പൊടിയും മറ്റുള്ള ഒരു മസാലകളും ഇതിലിടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി പിന്നെ വട്ടത്തിൽ പിന്നെ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഒരു പിന്നെ 1/2 ടീസ്പൂണ് പിന്നെ നല്ല ജീരകവും പെരുംജീരകവും കൂടി ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കണേണ്. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തിട്ട് അവിടെ മാറ്റി വെക്കുക. ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ അത് വറുത്തെടുക്കണം. കരിഞ്ഞ് പോകരുത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. അതവിടെ വറുത്ത് ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ബീഫ് വെന്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് മാറ്റണേണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം പിന്നെ ഒന്ന് വറ്റി വരണം. പിന്നെ അതിനായിട്ട് പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. 1-2 പ്രാവശ്യം തിളച്ച് കഴിയുമ്പോൾ തന്നെ വെള്ളം വറ്റി വരും. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ആവശ്യത്തിന് എരിവ് മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം പിന്നെ കറക്റ്റ് ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഈ കപ്പ വെന്തത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേളിലിങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കണം. അപ്പോൾ അത് ആവി കയറി വരും. ആവി കയറി കഴിയുമ്പം പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ച തേങ്ങ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. തേങ്ങയിൽ മസാല ഒന്നും ചേർക്കാതെ വെറുതെ തേങ്ങയും ഉള്ളിയും പിന്നെ വേപ്പിലയൊക്കെ മാത്രം ഒന്ന് വറുത്തെടുത്തിട്ടുള്ളൂ. അതും കൂടെ വെച്ചിട്ട് അതും ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിന് ശേഷം വേണം പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒരുവിധം വറ്റിയിട്ടുണ്ട്.
പിന്നെ അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കപ്പ ബിരിയാണിയാണിത്. പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണിതിന്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് കപ്പ ഒന്ന് ഉടച്ചു കൊടുക്കണം. കുറച്ച് കപ്പ ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കപ്പയും ബീഫും ഈ തേങ്ങ വറുത്തതും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് പിന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അത് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ആവി കയറണം. ആവി കയറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് പിന്നെ നമുക്കിത് പിന്നെ കഴിക്കുന്ന നേരത്ത് പാത്രത്തിലേക്ക് വിളമ്പിയാൽ മതി. പിന്നെ അതിൻ്റെ മേളിലേക്ക് കുറച്ച് അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് ചെറിയതായിട്ട് സവാള കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കപ്പ ബിരിയാണിയാണിത്. കഴിച്ചാലും മതിയാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. കട്ടൻ ചായയും കപ്പ ബിരിയാണിയും ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം.